Good evening, viewers. Welcome to my channel. So, ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ഏകദേശം 26,004 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് മിനിറ്റിൽ അതൊരു നല്ലൊരു മൂവ് നിഫ്റ്റി ചെയ്തിരുന്നു. ഇന്നത്തെ നിഫ്റ്റി ലോ പോയത് 25,871 ഹൈ പോയത് 26,032 ക്ലോസ് ചെയ്തത് ഓൾമോസ്റ്റ് 26,004. സോ ഇതായിരുന്നു ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു നിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് നല്ല ചെയ്ത സ്റ്റോക്സുകൾ ഏതാണെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഈ ഒരുവിധ എല്ലാ സ്റ്റോക്സും ഓൾമോസ്റ്റ് ഹൈ തന്നെയാണ് ഉള്ളത്. പക്ഷേ HDFC ബാങ്കും നന്നായിട്ട് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിരുന്നു. HDFC ബാങ്ക് ആയിരുന്നു വലിയൊരു മൂവ് ചെയ്ത നിഫ്റ്റിയിൽ. പിന്നെ മെറ്റൽ സ്റ്റോക്സ് നന്നായി ചെയ്യുന്നു. പിന്നെ NTPC ഇതുപോലത്തുള്ള സ്റ്റോക്സുകൾ, പവർ ഗ്രിഡ് ഇതുപോലുള്ള സ്റ്റോക്കുകൾ നന്നായി ചെയ്തിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഇന്ന് ഈ മാസത്തെ എനിക്കൊന്ന് ഈ സെപ്റ്റംബർ മാസം നമ്മൾ കഴിഞ്ഞല്ലോ. അപ്പോൾ സെപ്റ്റംബർ മാസത്തെ നിഫ്റ്റി ക്ലോസിങ് എങ്ങനെയാണ്? 26,000. ഞാൻ പ്രതീക്ഷിച്ച് 26,000. ഞാൻ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും 26,000 മുകളിൽ നിഫ്റ്റി മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പം ഞാൻ കാണുന്നത് ഈ ഡോ ജോൺസ് കാണുന്നത് 189 പോയിന്റ് റെഡിലാണ് കാണുന്നത്. 181 പോയിന്റ് ഡൗൺസിലാണ് ഇന്ന് ഇപ്പോൾ കാണുന്നുണ്ട് ഡോ ജോൺസ്. നാസ്ഡാക്സ് +30 പോയിന്റ്സ് ആണ് US മാർക്കറ്റിൽ കാണുന്നത്. സോ എങ്ങനെയാണ് ട്രേഡ് ക്ലോസ് ചെയ്യുന്നത് അറിയാം. നാളെ ഇപ്പം എങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ കർണാടക വേറെ ന്യൂസ് എന്ന് വെച്ചാൽ കർണാടകയിലെ ഗവൺമെൻറ് UP ഗവൺമെൻറ് ഫോളോ ചെയ്തിട്ട് ഈ ടാക്സ് വേവ് ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് കാർസിന്. അത് നല്ലൊരു ഇൻസെൻറ്റീവ്സ് ഫോർ EV ഉണ്ടാക്കുന്ന കാർ മാനുഫാക്ചറിങ് കമ്പനീസിന് ഇനി കർണാടക ഗവൺമെൻറ് ടാക്സ് വേവ് ചെയ്തു. ഇനി നമ്മുടെ കേരളം ഇതുപോലെ ഇനി ടാക്സ് വേവ് ചെയ്യുമോ എന്നുള്ള കാര്യം, രജിസ്ട്രേഷൻ ടാക്സ് ഒക്കെ കുറക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കേരളത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ഇനിയിപ്പം അടുത്ത് എനിക്ക് എന്തായാലും ഷുവറാണ്. കർണാടക കുറച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും അടുത്ത് തന്നെ കുറക്കും എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, തമിഴ്നാട്ടിലെ ഈ സാംസങ്ങിൻ്റെ സമരത്തെ കുറിച്ച് ഞാൻ 2 ദിവസമാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിനോട് ഈ സമരം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാംസങ് പറയുന്നത് ഞങ്ങളുടെ സാലറി അതിൻ്റെ സമീപത്തുള്ള 5-8 കമ്പനികൾ, വലിയ കമ്പനികൾ എടുത്താലും അതിനെക്കാട്ടും എത്രയോ അധികം സാലറി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് നമ്മളെ സാലറി വെരി ഹൈ സാലറിയാണ്. ഇവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് സാംസങ് പറയുന്നത്. സോ ഇതാണ് പിന്നെ ഞാൻ ന്യൂസ് കണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇതേപോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് നമ്മുടെ ചൈനയിലും തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സമരത്തിന് വേണ്ടി അവിടുത്തെ എന്താ പറയുക വേജിന് വേണ്ടിയിട്ട് അവിടുത്തെ നമ്മളെ തൊഴിലാളി വർഗ പാർട്ടികൾ CIT പോലത്തെ പാർട്ടികൾ ചൈനയിലും ഉണ്ടായിരിക്കാം. പക്ഷേ അവരൊന്നും ഇതുപോലെ ഇനീഷ്യേറ്റീവ് ഞാൻ കണ്ടില്ല. പക്ഷേ എനിവേ ഇത് ഇന്നത്തെ ഒരു ന്യൂസായിട്ട് പറഞ്ഞത്. പിന്നെ എനിക്ക് വേറൊരു സ്റ്റോക്ക് ഞാൻ നോട്ടീസ് ചെയ്തത് നമ്മുടെ ഈ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്സാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിന് ഭയങ്കരമായിട്ടുള്ളൊരു ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിക്സൺ ടെക്നോളജി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിക്സൺ ടെക്നോളജിന് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് ഏകദേശം ഒരു 2023 ഒക്ടോബറിലാണ് തോന്നുന്നത്. ഏകദേശം ആ സ്റ്റോക്ക് പ്രൈസ് 5,000 റുപ്യേൻ്റെ റേഞ്ചിൽ ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. 2023 ഏകദേശം ഇന്നിപ്പോൾ 2024 ഏകദേശം ഒരു കൊല്ലം കൊണ്ട് അതിൻ്റെ വാല്യുവേഷൻ വന്നത് ഇന്നിപ്പോൾ ചെയ്യുന്നത് 14,171 റുപ്യാണ്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏകദേശം 5,000 റുപ്യേൻ്റെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 15,000 റുപ്യേൻ്റെ ആ ലെവലിൽ ഒരു എത്താൻ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. 14,700 റുപ്യോളം കടന്നു കഴിഞ്ഞു. സോ നിങ്ങളൊരു 5 ലക്ഷം റുപ്യ ഡിക്സണിൽ 2023 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം അതിൻ്റെ എത്ര ടൈംസ് റിട്ടേൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ ഏത് മാർക്കറ്റിൽ നിന്നാണ് ഇതുപോലത്തുള്ള റിട്ടേൺസും കിട്ടും. അതുപോലെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു ടാറ്റ മോട്ടോഴ്സ് എനിക്ക് ഡിക്സൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് മാരുതിയും മറ്റുള്ള ഈ കമ്പനികളും കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ മാരുതിയും നമുക്ക് അടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മഹീന്ദ്രയാണ്. സോ മാരുതിയും മഹീന്ദ്രയുടെയും സെയിൽസ് നോക്കുക വെച്ചാൽ ഓൾമോസ്റ്റ് അവിടെ നിയർ ബൈ ആണ്, നെക്ക് ടു നെക്കാണ്. സോ മാരുതിയും മഹീന്ദ്രയും നെക്ക് ടു നെക്കാണ്. പക്ഷേ മഹീന്ദ്ര കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ മാരുതിയും ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കുക വെച്ചാൽ മാരുതിയും ഒരു 2023 അതിൻ്റെ മാരുതിൻ്റെ പ്രൈസ് ഏകദേശം 10,100 റുപ്യേനെ ഉണ്ടായതുള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പോഴാണ് ചെയ്യുന്നത് 12,500 മാരുതി ചെയ്യുന്നത്.
പക്ഷേ എനിക്കൊന്ന് മാരുതിക്കല്ല ഇനിയും വളരെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള പുതിയ EV വെഹിക്കിൾസും ഹൈബ്രിഡ് വെഹിക്കിൾസൊക്കെ, ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഡേഴ്സ് ടൊയോട്ടയാണ്. ടൊയോട്ടൻ്റെ ഹൈബ്രിഡ് വെഹിക്കിൾസാണ് വളരെ മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും. കാരണം അത് ടൈം ടെസ്റ്റഡാണ് ടൊയോട്ടൻ്റെ ഹൈബ്രിഡ് വെഹിക്കിൾസ്. അവരാണ് ഈ ഹൈബ്രിഡ് ടെക്നോളജിയിൽ വളരെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കമ്പനി ഉണ്ടാവും, പക്ഷേ ഇന്ന് ഞാൻ മിക്കവാറും ടൊയോട്ടൻ്റെ ക്യാമറയും ഇതുപോലത്തുള്ള മറ്റുള്ള ടൊയോട്ടൻ്റെ ക്യാമറയൊക്കെ പണ്ടേ ഹൈബ്രിഡ് ആയിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഹൈബ്രിഡൊക്കെ ക്യാമറയൊക്കെ 24 മണിക്കൂർ ഹൈബ്രിഡ് റൺ ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്ത കാറുകളാണ്. അപ്പോൾ അതുപോലുള്ള ഈ ടൊയോട്ടയ്ക്ക് ഇപ്പം ഈ സുസുക്കി ആയിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട് ഇന്ത്യയിൽ. സോ ഹൈബ്രിഡ് കാർ വരുമ്പം ഈ വലിയൊരു ബെനിഫിഷ്യൽ ആയിരിക്കും ഈ മാരുതി തന്നെ ആയിരിക്കും. കാരണം സുസുക്കിക്ക് അതിൻ്റെ ടെക്നോളജി ടൊയോട്ടേൻ്റെ അടുക്കുന്ന കിട്ടും. അതുപോലെ തന്നെ വലിയൊരു ഇപ്പം ഹുണ്ടായും ഹൈബ്രിഡ് കാറുകളായി വരുന്നുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റിൽ വലിയ EVയിൽ പ്ലേ ചെയ്യുന്ന 2 കമ്പനികൾ ഈ ഹുണ്ടായും ഈ മാരുതി ആയിരിക്കണം സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് വളരെ നന്നായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കുകയെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് കുറച്ചും കൂടി ചീപ്പറായിട്ട് എനിക്ക് തോന്നുന്നു കമ്പയർ ടു മാരുതി നോക്കുന്ന സമയത്ത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ വാല്യുവേഷനും എല്ലാം നോക്കുന്നത്, സെയിൽ നോക്കുന്ന സമയത്തും ടാറ്റ മോട്ടോഴ്സും മാരുതി നോക്കുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ് കുറച്ചും കൂടി ചീപ്പറായിട്ട് എനിക്ക് തോന്നുന്നു. സോ ടാറ്റ മോട്ടോഴ്സിൻ്റെ നിയറസ്റ്റ് കോമ്പറ്റേറ്റർ എന്ന് വെച്ചാൽ വലിയ ബസ്സുകൾ ഉണ്ടാക്കുന്ന അശോക് ലേലൻഡാണ്. ഹെവി വെഹിക്കിൾസ് ടാറ്റേൻ്റെ കാറുകളല്ല, ടാറ്റ മോട്ടോഴ്സിൻ്റെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ടാറ്റേൻ്റെ കോമ്പറ്റൻസിയും ടാറ്റ മോട്ടോഴ്സിൻ്റെ കോമ്പറ്റൻസിയും വലിയ ബസ്സുകളും ട്രക്കുകളും നമുക്ക് ആ വണ്ടി അറിയാലോ. നമ്മൾക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ടാറ്റേൻ്റെ ബസ്സിൽ പോയി കൂട്ടണം. അപ്പോൾ അത് ടാറ്റേൻ്റെ ബസ്സുകളും ഈ ഇതുപോലുള്ള ഈ ട്രക്കുകളൊക്കെ ആണ് അവരെ ഒരു സ്ട്രെങ്ത്ത്. കാറുകൾ അവരെ സ്ട്രെങ്ത്ത് അല്ല. സ്മോൾ പാസഞ്ചർ കാർസിൽ ടാറ്റ വലിയൊരു സക്സസ്ഫുൾ അല്ല. ഈ സ്മോൾ പാസഞ്ചർ കാർസിൽ അവരെല്ലാ ഹിസ്റ്ററി നോക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് വളരെ കറക്റ്റ് ആണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ 10.45 അതിൻ്റെ പി റേഷ്യോ വളരെ കുറവാണ്. സോ ഓൾമോസ്റ്റ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ 50 DMA താഴെ ചെയ്യുന്നത്. 920 അതിനൊരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ടാറ്റ മോട്ടോഴ്സ്. നിങ്ങൾക്ക് അതൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ടാറ്റ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മറ്റുള്ള സ്റ്റോക്കുകളെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇന്നത്തെ കുറച്ച് നല്ല സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ കണ്ടതൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഡാബറാണ്. ഡാബർ ഇന്ന് FMCG സെക്ടറിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാബറിൻ്റെ പ്രൈസ് ചാർട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഡാബർ ചെയ്യുന്നത് 495 റുപ്യയും അതിൻ്റെ ലോ 661 റുപ്യ. സി റഫ്ലി യു ക്യാൻ ടേക്ക് 500 ആൻഡ് ഒരു 650 റേഞ്ചാണ്. സോ 500 റേഞ്ച് കിട്ടുമ്പോൾ ഈ ഡാബറൊക്കെ നിങ്ങൾക്ക് ബൈ ആയിട്ട് ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ ഞാൻ 2 ദിവസം പറഞ്ഞ ഈ ബജാജ് ഹൗസിംഗ് ഫൈനാൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ 2-3 ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ഒരു ബൈ അല്ല, അത് കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണ സ്റ്റോക്ക്. ഇന്നിപ്പോൾ ഈ 154 റുപ്യയിൽ വന്നിട്ടുണ്ട്. നേരെ 180 154 റുപ്യയിലേക്ക് വന്നിട്ടുണ്ട് ബജാജ് ഹൗസിംഗ് ഫൈനാൻസിൻ്റെ കമ്പനി. ഫൈനാൻസ് സെക്ടറിൽ പറയാന്ന് വെച്ചാൽ പിന്നെ ഈ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്. പിന്നെ ഒരു സ്റ്റോക്ക് ഞാൻ കണ്ടത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നു. വളരെ കുറഞ്ഞിട്ടുള്ളത് 105 റുപ്യ. പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൻ്റെ റേഞ്ച് പറയുക വെച്ചാൽ 95 റുപ്യയും ഹൈയിൽ പോയത് 140 റുപ്യാണ്. സോ 95 റുപ്യയിൽ അതിൻ്റെ ഒരു നല്ലൊരു വാല്യൂഷൻ തന്നെ എനിക്ക്. 95 റുപ്യയിലേക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു വാല്യൂഷനാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് ഓൾമോസ്റ്റ് 106 റുപ്യ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം സ്റ്റോക്ക്. ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ബാങ്ക് ആൻഡ് സ്ട്രോങ് ബാങ്ക്. ഫൈനാൻസ് സെക്ടറിൽ നിന്ന് HDFC കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് കുറച്ച് നന്നായി ചെയ്യുന്നു. ആക്സിസ് ബാങ്ക് എഗൈൻ ഒക്കെ പറയേണ്ട. ആക്സിസ് ബാങ്കിൻ്റെ റേഞ്ച് പറയുക വെച്ചാൽ ഐ വിൽ ടെൽ യു ജസ്റ്റ് ഐ എം ടെലിംഗ് യു ദ റേഞ്ചസ്. ആക്സിസ് ബാങ്ക് 1100 ആൻഡ് 1300 റേഞ്ചാണ്. 1100 യു ക്യാൻ വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ആസ് ആക്സിസ് ബാങ്ക്. 1300 അതിൻ്റെ ടോപ്പ് ലെവൽ പോയിരിക്കുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് കാണുന്നത് 1125. സോ ഇതാണ് ആക്സിസ് ബാങ്കിൻ്റെ ഒരു റേഞ്ച് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ വിചാരിച്ചത് വേറൊരു സംഭവം കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ 2 ദിവസമായി ഞാനിപ്പോൾ ഇന്നലെ ഈ ഒരു NSTUവിലൊരു എംപ്ലോയി മരിച്ചതിനെ കുറിച്ചും അതിൻ്റെ ന്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലും ലോകത്തിലും എല്ലാ സ്ത്രീകളും പണിയെടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇതുപോലുള്ള വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് പിന്നെ ഇതുപോലത്തെ ഹോം അപ്ലയൻസസ് അവർക്ക് ഉണ്ടായിരുന്നില്ല.
മിക്കവാറും അമേരിക്കയിലൊക്കെ പണ്ട് കാലത്ത് 1870 അമേരിക്കയിൽ ഒരു ചരിത്രം എടുക്കുക, 1970 50% പെണ്ണുങ്ങളും എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എംപ്ലോയ്ഡ് ആസ് എ സെർവൻസ് ആൻഡ് വെയിറ്റേഴ്സ് ആയിട്ടാണ്. അന്ന് ഈറ്റിംഗ് ഔട്ട് എന്ന് വെച്ചാൽ വലിയൊരു ബിഗ് ബിസിനസ് ആയിരുന്നില്ല, പക്ഷെ എന്നാലും അമേരിക്കയിൽ ആ സമയത്ത് മീറ്റിംഗ് ഔട്ട്സ് ഉണ്ടായിരുന്നു. സോ അന്ന് 50% പെണ്ണുങ്ങളും വർക്ക് ചെയ്തിരിക്കുന്ന ഓൺലി അവർക്കുള്ള ജോലി എന്ന് വെച്ചാൽ ഐദർ യു വർക്ക് ആസ് എ സെർവൻറ്റ് ഓർ എ വെയിട്രസ്, ഇതായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ ലോകത്തിലെ അമേരിക്കയിലാണ് ഈ പെണ്ണുങ്ങൾ ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങുന്നത് തന്നെ US-ലാണ്. പക്ഷേ ആ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നില്ല. പക്ഷേ ഇവർ ജോലിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ തുടങ്ങിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഇൻവെൻഷന് ശേഷം പോലും US-ൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ജോലിക്ക് പോകാൻ തുടങ്ങി. കാരണം ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ ഇവരെ പെണ്ണുങ്ങളെ വർക്ക് ലോഡ് വീട്ടിൽ അത്രയും കുറച്ചെന്നാണ് വാഷിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞത്. വാഷിംഗ് മെഷീൻ അപ്ലയൻസ് അത് വളരെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്തിരുന്നതാണ്. സോ അത് പണ്ട് കാലത്ത് ധോബികൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. അതുപോലെ ഇത് വിർച്വലി അബോളിഷ്ഡ് ഡൊമസ്റ്റിക് ഡോബി സർവീസിന് ഈ വാഷിംഗ് മെഷീൻ വൈപ്പ് ഔട്ട് ചെയ്യുന്നു. അത് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഓരോ ടെക്നോളജി വരുമ്പോൾ, കമ്പ്യൂട്ടർ വരുമ്പോൾ കുറേ ആൾക്കാർ പഴയ പോലെ ടൈപ്പിസ്റ്റുകളൊക്കെ ജോലിയൊക്കെ പോയി, ഷോർട്ട് ഹാൻഡുകൾ കുറേ ആളുണ്ടായിരുന്നു. അതുപോലെ ടെലഗ്രാഫ് വന്നപ്പോൾ, ഇൻ്റർനെറ്റ് വന്നപ്പോൾ ടെലഗ്രാഫിൽ ജോലി ചെയ്യുന്ന കൂട്ടരെ ജോലി പോയി. സോ ഇതൊക്കെ ടെക്നോളജീൻ്റെ ഒരു മാറ്റം തന്നെ. പക്ഷേ അതേസമയത്ത് അത് കുറേ ജോബും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ സേവ് മൗണ്ടൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത്, അത്രയും ആൾക്കാരെ സമയം വളരെ കുറച്ചും. മോസ്റ്റ് ഓഫ് ദി വുമൺ വർക്ക് ഫോഴ്സ് അമേരിക്കയിൽ വന്നതും വാഷിംഗ് മെഷീൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമെന്ന് പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ആ സമയത്ത് പെണ്ണുങ്ങളെ അമേരിക്കയിൽ ജോലിക്ക് പോയ സമയത്ത് അവർക്ക് ജോലി ചെയ്യേണ്ട കൊണ്ടും ഫീമെയിൽ എഡ്യൂക്കേഷനും കൂടി, അവിടെ പെണ്ണുങ്ങൾ പഠിക്കാൻ പോകാനും, പിന്നെ ഫർദർ അവരെന്താ വെച്ചാൽ ഈ കുട്ടികളെ ബർത്ത് പോലും കുറഞ്ഞെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പിന്നെ അത് വലിയൊരു ഇത് വന്നു വെച്ചാൽ, പിന്നെ ഈ വർക്ക് ചെയ്യുന്ന വുമൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് ദേ ക്യാൻ സപ്പോർട്ട് ദംസെൽഫ് സോ ദേ ഹാവ് ദേ ക്യാൻ സപ്പോർട്ട് ദംസെൽഫ് എന്നുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് വന്നു അവിടെ. അതുപോലെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ചിൽഡ്രൻസ് ഹാവ് റൈസൺ ആൻഡ് മേക്കിംഗ് ഫാമിലീസ് ഫ്യൂവർ ചിൽഡ്രനാണ് കേട്ടത്. സോ ഇതെല്ലാം ഒരു ഫാമിലി ഡൈനാമിക്സിനെ മാറ്റിമറിച്ചാണ് പെണ്ണുങ്ങൾ വർക്കിന് പോകാൻ സമയത്ത്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് ചിൽഡ്രൻസ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം മിക്ക പെണ്ണുങ്ങളും ജോലിക്ക് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ചിൽഡ്രൻസ് എല്ലാവർക്കും ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയി മാറിക്കഴിഞ്ഞു. സോ ഇതൊക്കെ ഹൗസ് ഹോൾഡ് ടെക്നോളജീൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ വലിയൊരു ഇൻവെൻഷൻ എന്ന് വെച്ചാൽ ഇത് പില്ലായിരുന്നു, കോൺട്രസെപ്റ്റീവ് പിൽസ് വന്നിട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ വന്ന് അവർക്ക് മനസ്സിലായി. സോ ലേബർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെങ്കിൽ allowing the woman to control the timing of the frequency of the child birth. സോ അതുകൊണ്ടാണ് ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് വലിയൊരു സെയിലായത് അമേരിക്കയിലൊക്കെ. ഹൗസ് ഹോൾഡ് ടെക്നോളജി എന്ന് വെച്ചാൽ വലിയൊരു ചേഞ്ച് അമേരിക്കയിൽ ഉണ്ടാക്കിയിരുന്നു. അത് അമേരിക്കയിൽ മാത്രമല്ല, പിന്നെ മറ്റുള്ള എല്ലാ കൺട്രിയിലും ഈ വാഷിംഗ് മെഷീൻ്റെ ഒരു ഇൻവെൻഷനും അതിൻ്റെ കൂടെയുള്ള, പിന്നെ അതുമാത്രമല്ല ഈ വർക്കിംഗ് വുമൺ എന്ന് വെച്ചാൽ ഇത് റോൾ ഓഫ് വുമൺ ഇൻ സൊസൈറ്റി വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയ സൊസൈറ്റിയിൽ എന്ന് വെച്ചാൽ ദേ ലുക്ക് വുമൺ ഇൻ എ ഡിഫറെൻറ്റ് വേ എന്നാകട്ടെ. സോ അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ പറയാനുള്ളത്, എനിക്ക് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് വേറൊരു സംഭവം വെച്ചാൽ ടാറ്റ സ്റ്റീൽ, ഈ സ്റ്റീൽ സെക്ടേഴ്സ് വളരെ നന്നായി ചെയ്യുന്നുണ്ട്. Vedanta is again, Vedanta is something you can look at 422 ഇപ്പോൾ 479 വരെ പോയിട്ടുണ്ട് വേദാന്ത. അത് ഈ ചൈനയിലുള്ള ഈ ടാരിഫിലും അവരെ RRR റിഡക്ഷനൊക്കെയാണ് അവരെ ഈ മെറ്റൽസിൽ പ്രൈസ്, ഇന്ന് മെറ്റൽസിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക. എല്ലാ മെറ്റൽ സ്റ്റോക്ക്, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, പിന്നെ ഇതൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ സിങ്ക് ഓൾസോ ഇന്ന് 512 രൂപയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നന്നായി ചെയ്ത് ഈ പറയാന്ന് വെച്ചാൽ ഈ ഗ്രസീം ഓൾസോ ഹാസ് ഡൺ വെൽ ടുഡേ. ഗ്രസീം ഓൾമോസ്റ്റ് 2660 വരെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ വോണ്ട് ടു ടോക്ക്. വേറെ ഒരു കാര്യം എനിക്ക് സംസാരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ രാജ്യത്ത് ഇപ്പം കൂടുതൽ നമുക്ക് MBBS ഡോക്ടേഴ്സിന് ആവശ്യം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് ആവശ്യമുള്ളൂ. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം പിന്നെ MBBS ഡോക്ടർമാരെയാണ്. കാരണം നമ്മളെല്ലാം ചെറുപ്പകാലത്ത് ധാരാളം MBBS ഡോക്ടർമാരും ട്രെയിൻഡ് നഴ്സസും ഉണ്ടായിരുന്നു.
ഇന്ന് നമുക്ക് ഒരു MBBS ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുകയില്ല എന്നായിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും പോകാൻ വെച്ചാൽ എല്ലാവരും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ്. എന്തിനും നിങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ എടുക്കുക പോകണം. സോ ഇങ്ങനെയുള്ളൊരു ഹെൽത്ത് കെയർ സിസ്റ്റം ആയിട്ട് നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു അത് ജനങ്ങളെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടല്ല അതെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യ ഒരു കൺട്രി ലാർജസ്റ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുള്ളൊരു രാജ്യമാണ്. നമ്മളെ രാജ്യത്ത് ഡയബറ്റിക്, ക്യാൻസർ, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ദ അതർ ടൈപ്പ് ഓഫ് ആസ്മ, ഇതുപോലുള്ള പല രോഗങ്ങളും നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ നമ്മളൊരു മേജർ കൺസേൺ തന്നെയാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, ഈ പേഷ്യൻസ് ഇപ്പം പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ അബാൻഡൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം ഒരു പ്രൈമറി ഹെൽത്ത് കെയറിൽ ഇപ്പോൾ ആരും പോകുന്നില്ല. എല്ലാവരും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ എടുക്കും. ആൻഡ് ദേ പ്രിഫർ പേയിങ് ഫോർ പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റ് ഓൾസോ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ ഇപ്പം കൂടുതൽ MBBS ഡോക്ടർമാർ ആവശ്യം, ട്രെയിൻ നേഴ്സസിന് ആവശ്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ദേ ഹാവ് ടു കൺസിഡർ ഇൻട്രൊഡ്യൂസിങ് സം ഇൻ്റർമീഡിയറ്റ് ഡിഗ്രീസ് ഫോർ പ്രാക്ടീസിങ് എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ. കാരണം ഈ മോഡൽ നമ്മുടെ രാജ്യത്ത് ബിഫോർ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു എനിക്കൊന്ന്. ആൻഡ് മെനി ഓഫ് ദ കൺട്രീസ് അഡോപ്റ്റഡ് ദിസ് മോഡൽ, സ്റ്റിൽ ദേ ഹാവ് ദിസ് മോഡൽ. സോ അപ്പോൾ എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദി ഗവൺമെൻറ് ഹാസ് ടു എൻഫോഴ്സ് എ ലോ ദാറ്റ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ദ പ്രാക്ടീഷണേഴ്സ് ടു ഡിസ്പെൻസ് ഹൈ പൊട്ടൻസി ആൻറ്റിബയോട്ടിക്സും സ്റ്റിറോയിഡ്സും എഴുതാൻ ഇവർക്ക് അതിന് റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവർ ദേ ഹാവ് ടു ട്രെയിൻ ദ ഇൻഫോർമൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓൾസോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഒരു ഹെൽത്ത് കെയർ പോളിസി വന്നിട്ടുണ്ട്. ഇതൊരു പബ്ലിക്കലി ഫണ്ടഡ് യൂണിവേഴ്സൽ ഇൻഷുറൻസ് സ്കീമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് വളരെ ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ്. അതാണിപ്പം മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് സ്കീം എനിക്ക് തോന്നുന്നു മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലും എടുക്കുന്നില്ല. ഞാൻ ഇന്നലെ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ നോക്കി. പക്ഷേ ഇത് എടുക്കുന്ന മെയിൻലി പബ്ലിക് ഹോസ്പിറ്റലിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് എടുക്കുന്നുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന 1-2 ഐ ഹോസ്പിറ്റലിൽ കാണലാണ്ട് മെജോറിറ്റി ഓഫ് ദ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത് എടുക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പിന്നെ ഗവൺമെൻറ് എങ്ങനെയാണ് അതിൻ്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താന്ന് ഡിസ്പ്യൂട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഏത് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ 5 ലക്ഷം റുപ്യ ആണെങ്കിൽ ഇതിപ്പോൾ നിങ്ങളൊരു ബൈപ്പാസിനാണോ സ്റ്റാൻഡിനാണോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ട്രീറ്റ്മെൻ്റ് ആണ്, എത്ര പൈസ ഇതിനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഹൂ വിൽ റിസീവ് ഇറ്റ് ആൻഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ് എന്നുള്ള കാര്യം ആദ്യം ഡിസൈഡ് ചെയ്യണം. സോ അതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നം. പിന്നെ എന്ന് വെച്ചാൽ ഈ ലാർജ് നമ്പർ ഓഫ് ക്ലെയിംസ് വരുന്നത്. ഇപ്പം രാജസ്ഥാനിലൊക്കെ ഇവർ ഫോൾസ് ക്ലെയിം ഉണ്ടാക്കിയിട്ട് ഈ മെഡിക്കൽ ഒരു ലോബി ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിൽ ലോബി ഉണ്ടാക്കിയിട്ട് കുറേ പൈസ അതിന് ഗവൺമെൻറ് പേ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആ സ്കീം അത് വിഡ്രോ ചെയ്യുന്നെല്ലാം കേട്ടു. സോ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ ഐ തിങ്ക് ദർ ഈസ് സം ടൈപ്പ് ഓഫ് അബ്യൂസ് ഓഫ് ദി സ്കീംസ് ഓൾസോ. സോ അതുകൊണ്ട് ഇപ്പോഴും ഇത് ഒരു അൺക്ലിയർ ആണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീംസ് എന്ന് വെച്ചാൽ. ഇപ്പോൾ വന്ന ഒരു 70 years above ദ ആൾക്കാർക്ക് ഇൻഷുറൻസ് എല്ലാവർക്കും എടുക്കാമെന്ന് പറയുന്ന ഈ ഒരു ഇൻഷുറൻസ് സ്കീം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ 70 years മുകളിൽ, ഇത് ഏതായാലും ഒരു 60 മുകളിൽ ഇൻഷുറൻസ് എല്ലാവർക്കും ഗവൺമെൻറ് മേ ബി ദേ ക്യാൻ പേ എ സ്മോൾ എമൗണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടല്ല ഈ ഫ്രീ ആക്കുന്നതിന് ഭേദം എല്ലാവർക്കും ഒരു ചെറിയ സ്മോൾ എമൗണ്ട് കൊടുത്തിട്ട് they can buy insurance, at a reasonable price. Maybe ഒരു 500 rupees ഒരു ഇൻഷുറൻസ് ഒരു കൊല്ലം പേ ചെയ്ത് കഴിഞ്ഞാൽ you can let everybody pay for that small amount of money. And 60 years above you make it free. So it is very easy rather than ഈ 60 വയസ്സിന് കഴിഞ്ഞ 70 വയസ്സ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഇപ്പോൾ നാളെ കേരള ഗവൺമെൻറ് എല്ലാവരും 90 വയസ്സിന് മുകളിലോട്ടൊക്കെ എല്ലാ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, യു ആർ ഗോയിങ് ടു ബി പെൻഷൻ എന്ന് എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റും? ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഐ വാഷ് അത് എൻ്റെ ഒരു വ്യൂ ആണ്. പക്ഷേ ഈ പബ്ലിക് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ പോകാൻ വെച്ചാൽ ഓവർ ക്രൗഡഡ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു PHC പോയി നോക്കുക, ഓവർ ക്രൗഡഡ് ആണ്, അണ്ടർ റിസോഴ്സ്ഡ് ആണ്. അവിടെ ഒന്നുമില്ല. ഒരു BP ചെക്കിംഗ് മെഷീൻ നോക്കി ആ മെഷീനൊക്കെ എററായിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു PHC പോയിട്ട് ബ്ലഡ് പ്രഷർ എടുത്ത് നോക്ക്, കറക്റ്റായി ബ്ലഡ് പ്രഷർ കിട്ടുമോ നിങ്ങൾക്ക്? അപ്പോൾ അതിനകത്ത് എററേ കാണിക്കും. അപ്പോൾ അത് അവർ മെർക്കുറി യൂസ് ചെയ്യില്ല. അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും, 500 പേഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലിപ്പോൾ ഈ NCD എന്നുവെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഡയബറ്റിക്, ക്യാൻസർ, ഇത് എല്ലാ സ്ഥലത്തും പ്രിവാലൻ്റ് ആണ്.
സോ നമ്മുടെ ഹെൽത്ത് കെയർ നീഡ്സ് ടു ബി റീഓറിയൻറ്റഡ് ആൻഡ് ടു അഡ്രസ് ദീസ് ഇഷ്യൂസ് യുനോ. സോ ഇതിൻ്റെ എന്താ വെച്ചാൽ ഈ പബ്ലിക് ഹെൽത്ത് ഔട്ട്റീച്ച് ചെയ്യുന്ന അത് ഒരു ഇപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിലും കൂടി അത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ പ്രൈവറ്റ് സെക്ടറിലും കൂടി ഈ PHC പോലെ അവർക്ക് ജനങ്ങളെ ഹെൽത്ത് സെൻറ്റേഴ്സ് അവർ നോക്കുന്ന പോലെ ഇവർക്ക് പ്രൈവറ്റ് സെക്ടറിലും ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് യുനോ. പിന്നെന്താ വേണമെന്ന് വെച്ചാൽ ട്രെയിനിങ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് അവരെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അവരെ ട്രെയിൻ ചെയ്യുക. പിന്നെ വേറെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഒരു സെൽഫോൺ ബേസ്ഡ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ട്രീറ്റ്മെൻറ്റിന് അവർക്ക് സാധാരണ ഈ ട്രെയിൻഡ് ആൾക്കാർക്ക് ഒരു സിംറ്റംസ് സെൽഫോണിൽ കൊടുക്കുക, ഇന്നേ സിംറ്റംസ് ഇന്നേ രോഗം ഇന്നേ മെഡിസിൻസ് ഉള്ള ഒരു സെൽഫോൺ ബേസ്ഡ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ദാറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. സോ ഇതൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്. സോ വേറൊരു കാര്യം വെച്ചാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഷുഡ് ഓൾസോ അലൗ ഫോർ ദി ഇന്റർമീഡിയറ്റ് ഡിഗ്രീസ് ദാറ്റ് പ്രൊഡ്യൂസ് പ്രാക്ടീഷണേഴ്സ് ലൈസൻസ് ടു പ്രാക്ടീസ് ലിമിറ്റഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ. അതാണ് അങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഒരു സെക്കൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ ഒരു ഹോസ്പിറ്റൽ, പിന്നെ അതിന് അനുബന്ധമായിട്ട് മറ്റുള്ള ഒരു സാറ്റലൈറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിന് സാറ്റലൈറ്റ് ആയിട്ട് കുറേ ഹോസ്പിറ്റൽ സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, സോ ദാറ്റ് യു ക്യാൻ റെഡ്യൂസ് എ ക്രൗഡ് ഓൾസോ. പിന്നെ പബ്ലിക് ഹെൽത്ത് ക്യാമ്പയിൻസ് ചെയ്യുക, അങ്ങനെയുള്ള ഈ ഓവർ മെഡിക്കേഷനെ കുറിച്ചിട്ടും ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടും ഒരു പബ്ലിക് ക്യാമ്പയിൻ ചെയ്യുക. ഇതൊക്കെ ഇറ്റ്സ് ഓൾ മൈ വ്യൂ റിഗാർഡിംഗ് ദ ഹെൽത്ത് കെയർ. So anyway, this is what I want to discuss today. So we'll see tomorrow how the market is doing. എനിക്കൊന്ന് മാർക്കറ്റ് നാളെ റെഡിലാണ് ഓപ്പൺ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ ഡോ ജോൺസ് ഒക്കെ US മാർക്കറ്റ് കാണുമ്പോൾ റെഡിലാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നാളെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. എന്തായാലും ഒരു കറക്ഷൻ അനിവാര്യമാണ്. സോ ലെറ്റ് us see. So thank you. Please, I have only one humble request. Kindly subscribe my channel.